തിരുവനന്തപുരം മൃഗശാല വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. ഈ ഓണക്കാലത്ത് ഗുജറാത്തിലെ ജാംനഗറിൽ നിന്നെത്തിച്ച ഈ 3 സീബ്രകളുടെ സാന്നിധ്യത്തിലൂടെ. ഒൻപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം മൃഗശാലയിൽ സന്ദർശകരെ കാത്ത് പുതിയ 2 അതിഥികൾ കൂടി എത്തിയിരിക്കുകയാണ്. ഗുജറാത്തിലെ ജാംനഗറിലുള്ള വൻതാര വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് 2 സീബ്രകളെയാണ് തിരുവനന്തപുരത്തേക്ക് മൃഗസ്നേഹികൾക്ക് സന്ദർശകർക്ക് കാണുന്നതിനായി ഓണം അവധി കൂടുതൽ ആസ്വാദികരമാക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. മൃഗക്കൈമാറ്റ നടപടികളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഈ 2 സീബ്രകളെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗുജറാത്തിലെ വൻതാരയിൽ നിന്ന് 3ഉം 5ഉം വയസ്സുള്ള സീബ്രകളെയാണ് കഴിഞ്ഞ ദിവസം ഒരുപാട് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ ആനിമൽ ആംബുലൻസിൽ റോഡ് മാർഗമാണ് സീബ്രകളെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഏതാണ്ട് 3 ദിവസം നീളുന്ന യാത്രയിൽ വെറ്റിനറി സർജന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ സീബ്രകളെ കൊണ്ടുവരുന്നതിന് പകരമായി തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഒരു ആൺ സിംഹവാലൻ കുരങ്ങിനെയും ഒരു രാജവെമ്പാലയുമാണ് വൻതാരയിലേക്ക് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മൃഗക്കൈമാറ്റ നടപടികളൊക്കെ ഉണ്ടായിരുന്നു. ആ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ഡീലിലാണ് ഇപ്പോൾ ഈ സീബ്രകളെ സന്ദർശകർക്ക് കാണുന്നതിന് വേണ്ടി തിരുവനന്തപുരം മൃഗശാലയിൽ തുറന്നു കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കൗതുകമുണർത്തുന്ന ഒരു കാര്യം, 9 വർഷം മുമ്പ്, അതായത് 2002 ഏപ്രിലിൽ ചെന്നൈ വണ്ടല്ലൂരിൽ മൃഗശാലയിൽ നിന്ന് എത്തിച്ച സീത എന്ന സീബ്ര 2017 അതായത് 9 വർഷം മുമ്പാണ് പ്രായാധിക്യം മൂലം ചത്തത്. അതോടെയാണ് ഇവിടെ സീബ്രകളുടെ സാന്നിധ്യം തിരുവനന്തപുരം മൃഗശാലയിൽ മറ്റ് ഒരുപാട് വൈവിധ്യമാർന്ന വന്യമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും വന്യജീവികളൊക്കെ ഉണ്ടെങ്കിലും ഈ സീബ്രയുടെ സാന്നിധ്യമില്ലായിരുന്നു. അപ്പോൾ ആ കുറവ് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഓണക്കാലത്ത് മൃഗശാലയിലേക്ക് എത്തുന്നവർക്ക് കാഴ്ചയ്ക്ക് ആസ്വാദനമൊരുക്കി 2 സീബ്രകൾ കൂടി അങ്ങനെ സുന്ദരന്മാരായി നമുക്ക് മുമ്പിലൂടെ ഇങ്ങനെ അണിഞ്ഞു വരുന്നുണ്ട്. 2 അല്ല 3 സീബ്രകളുണ്ട്. എന്തായാലും വളരെ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയാണ്. ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധനകളൊക്കെ ഉണ്ടായിരുന്നു സീബ്രകൾക്ക്. അതൊക്കെ ഇവിടുത്തെ വെറ്റിനറി സർജൻ, തിരുവനന്തപുരം മൃഗശാലയിലെ വെറ്റിനറി സർജന്റെ നേതൃത്വത്തിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇത് എത്തിച്ച സ്ഥലം വൻതാരയും നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ്. ഗുജറാത്തിലെ ഗ്രീൻസ് വൈൽഡ് ലൈഫ് റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആണ് വൻതാര എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതാണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന 2000-ഓളം ഇനത്തിൽപ്പെട്ട 1.5 ലക്ഷം വന്യജീവികളെയാണ് ഈ വൻതാരയിൽ സംരക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ വൻതാര തുറന്നു കൊടുക്കുകയും ചെയ്തത്. അതന്ന് വലിയ തരത്തിൽ ദേശീയ തലത്തിലൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റിയ കാര്യമാണ്. അതായത് ഇതൊരു പരിസ്ഥിതി സംരക്ഷണ മാതൃകയായി കൂടി രാജ്യം കണക്കാക്കുന്ന ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് വൻതാരയിലേത്. അവിടെ നിന്നാണ് ഈ സീബ്രകളെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം. ഓണവുമായി ബന്ധപ്പെട്ട തിരക്ക് തുടങ്ങിയിരിക്കുന്നു. ആളുകൾ ഓണം അവധി ലഭിച്ചതിന് പിന്നാലെ കുട്ടികളുമായി മൃഗശാലയിലേക്ക് എത്തുന്നത് ഇനിയൊരു പതിവ് കാഴ്ചയായി മാറും. അവർക്ക് കാഴ്ചയ്ക്ക് വിരുന്നൊരുക്കിക്കൊണ്ടാണ്, മാറ്റുകൂട്ടിക്കൊണ്ടാണ് ഈ സീബ്രകൾ ഇങ്ങനെ സുന്ദരന്മാരെ നമുക്ക് മുൻപിലൂടെ അണിഞ്ഞൊരുങ്ങി വരുന്നത്. എന്തായാലും വളരെ കൗതുകമുണർത്തുന്ന കാഴ്ച. 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആ സീബ്രകളെ ഇപ്പോൾ തിരുവനന്തപുരം മൃഗശാലയിൽ തുറന്നു വിട്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ഇതിന് തൊട്ട് അപ്പുറത്തൊക്കെയായി നേരത്തെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന്, രാജ്യത്തെ മറ്റ് ഇടങ്ങളിലെ മൃഗശാലകളിൽ നിന്ന് എത്തിച്ച മറ്റ് ചില അതിഥികൾ കൂടിയുണ്ട്. അവരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ വൈകാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എന്തായാലും ഇപ്പോൾ ഈ സീബ്രകളെ തുറന്നു വിട്ടിരിക്കുന്നതാണ് കൂടുതൽ ആകർഷകമായ ഒന്നായി മാറിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണെന്ന്. ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു, പക്ഷേ അതങ്ങ് മാറി ഇപ്പോൾ ക്യാമറയ്ക്ക് അടുത്തേക്ക് വരികയാണ്. ഈ വരമ്പത്തോട് വന്നാൽ നമുക്ക് കുറച്ചുകൂടി മനോഹരമായി ദൃശ്യങ്ങളൊക്കെ പകർത്താൻ കഴിയും. ഏതാണ്ട് 3 പേരും ഒരുമിച്ച് തന്നെയാണ് നടത്തം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും ഈ വരമ്പത്തും കൂടി ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന് അടുത്തേക്ക് എത്തും. അങ്ങനെ എത്തുകയാണ്. അപ്പോൾ ഈ 3 പേരെ ഇനി ആളുകൾക്കും കാണാം, സന്ദർശകർക്കും കാണാം. ഇതിങ്ങനെ മനോഹരമായി നമ്മുടെ അടുത്ത് വന്ന് മണ്ണൊക്കെ തെറിപ്പിച്ച് അതിൻ്റെ സന്തോഷം നമ്മളോട് പങ്കുവെച്ചുകൊണ്ട് ഇവിടുന്ന് അതിൻ്റെ ഒരു ഷെൽട്ടർ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കറിയാം മഴക്കാലമാണെങ്കിലും
പകൽ വളരെ ചൂടുള്ള സമയമാണ്. അപ്പോൾ ചൂടുള്ള സമയത്ത് അതിൻ്റെ ശരീരം തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും തിരുവനന്തപുരം മൃഗശാല വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. ഈ ഓണക്കാലത്ത് ഗുജറാത്തിലെ ജാംനഗറിൽ എത്തിച്ച ഈ 3 സീബ്രകളുടെ സാന്നിധ്യത്തിലൂടെ. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.